ഹായ് ഫ്രണ്ട്സ്, ഫ്രീ ടൈം ട്രാവലേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്രീ ടൈം ട്രാവലേഴ്സ് നിങ്ങളോട് പറയുന്നത് ഒരു കഥയാണ്. നെയ്യാർ ലയൺ സഫാരി പാർക്ക് അടച്ചുപൂട്ടാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന്. സത്യത്തിൽ ഇന്ന് ഞങ്ങൾ ഒരിക്കലും നെയ്യാർ ഡാമിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ അമ്പൂരിയിലോട്ട് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്ക് നെയ്യാർ ഡാം ചുറ്റിയാണ് നമ്മൾ അമ്പൂരിക്ക് കയറുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ നെയ്യാർ ഡാമിൽ വന്നു. അപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ആരും തിരക്കൊന്നുമില്ല, നല്ല ക്ലൈമറ്റും ഉണ്ട്, ചെറിയ ചാറ്റലും ഒക്കെ ആയിട്ട്. അപ്പം ഇതിന്റെ വിശേഷങ്ങളോട് നിങ്ങളെ കാണിച്ചേക്കാന്ന് കരുതി. തിരുവനന്തപുരത്തു നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരത്തായി പശ്ചിമഘട്ടത്തിന്റെ അടിവാരത്തിലായി നെയ്യാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാവിറ്റി അണക്കെട്ടാണ് നെയ്യാർ അണക്കെട്ട്. 1958 ഇത് സ്ഥാപിതമായത്. 56 മീറ്റർ ഉയരത്തിലും 294 മീറ്റർ നീളത്തിലുമായി 4 സ്പിൽവേകളോട് കൂടിയതാണ് ഈ അണക്കെട്ട്. എൻട്രൻസ് കടക്കുമ്പോൾ തന്നെ വഴി രണ്ടായി തിരിയുകയാണ്. ഒന്ന് ഡാമിന്റെ അടിവാരത്തോട്ടും ഒന്ന് ഡാമിന്റെ ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. മനോഹരമായ ഒരു ഗാർഡൻ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്പിൽവേ വ്യൂ പോയിന്റിന്റെ അടുത്തേക്ക് എത്തുന്നത്. ഇറിഗേഷനും ഹൈഡ്രോ ഇലക്ട്രിക് പവർ പദ്ധതികൾക്കും വാട്ടർ സപ്ലൈക്കും അതിലുപരി ടൂറിസത്തിനും വേണ്ടിയിട്ടാണ് ഇതിലെ ജലം കൂടുതൽ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ കാണാനുള്ള കാഴ്ചകൾ ഈ ഡാമും അതിന്റെ പരിസര പ്രദേശങ്ങളുമായി നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഡാമിനോട് ചേർന്ന് തന്നെ ലയൺ സഫാരി പാർക്ക്, പിന്നെ ഡാമിനകത്ത് ബോട്ടിംഗ് ചെയ്യാം, മാൻ പാർക്ക്, മുതല പുനരധിവാസ ഗവേഷണ കേന്ദ്രം, മിനിയേച്ചർ വന്യജീവി സങ്കേതം, തടാകങ്ങൾ, നീന്തൽക്കുളം, വാച്ച് ടവർ, ആന സവാരി എന്നിങ്ങനെ ധാരാളം ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട്. ദേ ഇവിടെ മുയലുകളെയും വളർത്തുന്നുണ്ട്. താഴത്തെ സ്പിൽവേ വ്യൂക്ക് ശേഷം ദേ ഇതുപോലെ ധാരാളം സ്റ്റെപ്പുകൾ മുകളിലോട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. അതുവഴി കയറി നമുക്ക് ഡാമിന്റെ ടോപ്പിലെത്താം. ഡാമിന്റെ വാച്ച് ടവറിന് അടുത്തായി നമുക്ക് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുക്കാം. പെർ ഹെഡ് 250 രൂപയാണ് അതിന് ഈടാക്കുന്നത്. ഒരുവിധം ഡാമിനോട് ചേർന്നുള്ള വനത്തിന്റെ ഭംഗി നല്ല രീതിയിൽ തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഡാമിന്റെ ടോപ്പിലായി ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രവും നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ഡാമിന്റെ ടോപ്പ് ഭാഗത്തെത്തി. ഇവിടെ നിന്നാൽ നമുക്ക് അപ്പുറത്തെ കരയിലായി ലയൺ സഫാരി പാർക്ക് നല്ല വ്യക്തമായി കാണാൻ പറ്റും. ഏകദേശം 2021 കാലഘട്ടത്തിൽ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. അതൊരു മനോഹരമായ യാത്രയായിരുന്നു കേട്ടോ, ബോട്ടില്. പക്ഷെ ഇപ്പം അത് പറ്റില്ല. അതിന് പിന്നിൽ ഒരു കഥയുണ്ട്, അത് ഞാൻ പറയാം. 1984 ഈ പാർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഡാമിന്റെ അടുത്തു നിന്നും സ്പീഡ് ബോട്ടിൽ അപ്പുറത്തെത്തുകയും അവിടുന്ന് ഒരു ക്ലോസ്ഡ് വാഹനത്തിൽ നമ്മളെ അതിന് അകം മുഴുവൻ കാണിക്കുന്ന രീതിയിലായിരുന്നു അന്ന് അറേഞ്ച് ചെയ്തിരുന്നത്. സിംഹങ്ങളൊക്കെ വെളിയിലും. ഏഷ്യയിലെ 2ാമത്തെ ലയൺ സഫാരി പാർക്കായിരുന്നു ഇത്. തൃശൂർ മൃഗശാലയിൽ നിന്നും കൊണ്ടുവന്ന 3 പെൺസിംഹങ്ങളും ഒരു ആൺസിംഹവുമായിട്ടാണ് ഈ പാർക്ക് ആദ്യം തുറന്നത്. പക്ഷേ പിന്നീട് അവ പെറ്റുപെരുകി ഏകദേശം 16 എണ്ണത്തോളമായി. അപ്പോഴേക്കും ചെലവ് കൂടി. പിന്നാലെ 2005 ആൺസിംഹങ്ങളെ വന്ധ്യംകരിച്ചു. ഇതിനുശേഷം സിംഹങ്ങൾ ഒന്നൊന്നായി ചത്തൊടുങ്ങി. ഏറ്റവും ഒടുവിൽ 2022 അവശേഷിച്ച പെൺസിംഹം ബിന്ദു എന്ന പേരുള്ള ഒന്നായിരുന്നു. അതുകൂടി മരിച്ചതോടെ പാർക്കിൽ സിംഹങ്ങളെ ഇല്ലാതായി. ഇതിനിടയിൽ വീണ്ടും പാർക്കിലേക്ക് സിംഹങ്ങളെ എത്തിക്കാനുള്ള ഒരു നടപടി തുടങ്ങിയിരുന്നു. പക്ഷേ നാഷണൽ സൂ അതോറിറ്റി അതിനെ ശക്തമായി എതിർത്തു. അതിനുള്ള കാരണം എന്താന്ന് വെച്ചാലേ, വലിയ മാംസബുക്കുകളുടെ സഫാരി നടത്തുന്നതിന് പാർക്കിന് ഏറ്റവും കുറഞ്ഞത് 20 ഹെക്ടർ സ്ഥലമെങ്കിലും വേണം. നിലവിലുള്ള നെയ്യാർ പാർക്കിനാകട്ടെ ആകെ 4 ഹെക്ടർ വിസ്തൃതിയേ ഉള്ളൂ. അതാണ് ഇത് പൂട്ടാൻ പ്രധാനമായും കാരണമായത്. എന്നെങ്കിലും അത് തുറക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കാരണം എന്താണെന്നോ, അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു അന്ന് ഞങ്ങൾക്കത് കിട്ടിയത്. നല്ല കാഴ്ചകളും അതിനപ്പുറത്തായിട്ടുള്ള മാൻ പാർക്കും ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ.
അങ്ങനെ ഡാമിന്റെ ടോപ്പിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ താഴോട്ടിറങ്ങി. അവിടെ ഇതുപോലെ ധാരാളം കലാരൂപങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അടുത്തിയൊന്ന് കാണാൻ ആ ഭീകരർ നമ്മളെ സമ്മതിച്ചില്ല. ഫ്രണ്ടിൽ ഇരിക്കുന്ന കണ്ടില്ലേ? രാവിലെ ആയതുകൊണ്ടും നല്ല മഴയുണ്ടായിരുന്നത് കൊണ്ടും സത്യം പറഞ്ഞാൽ ഈ പാർക്കിൽ അപ്പോൾ ആരും ഇല്ലായിരുന്നു. ശരിക്കും ആളൊഴിഞ്ഞ് നല്ല ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഇത് ആസ്വദിക്കാൻ പറ്റി കേട്ടോ. ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇതായിരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ അധിക സമയം നിൽക്കാതെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. കാരണം അമ്പൂരിയിലെ അതിമനോഹരമായ കാഴ്ചകൾ ഞങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു. അതായിരുന്നു പ്രധാന ഡെസ്റ്റിനേഷൻ. അങ്ങനെ ആ മഴയത്ത് ഞങ്ങൾക്ക് കിട്ടിയ അമ്പൂരിയുടെ കാഴ്ചകളെ സൂപ്പറായിരുന്നു. അപ്പം ആ കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ.